ഇടപെടൽ കൊണ്ട് പിൻവാതിൽ നിയമനം ഒരു ആളുകൾ കയറുന്നു. ഇനിയും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ എന്താണോ നമുക്ക് KSRTC-കാരുടെയൊക്കെ പല ആളുകളുടെ അവസ്ഥ, അതേപോലെ ആയിരിക്കും ഭാവിയിൽ ഗവൺമെന്റ് ജോലിക്കാരുടെ അവസ്ഥ. കാരണം ഗവൺമെന്റ് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 6 ലക്ഷം കോടിയോളം എന്തൊക്കെയോ അവർക്ക് പൊതുക്കടം ഉണ്ട്. വെറും ലോട്ടറിയും മദ്യവും മാത്രമാണ് വരുമാനം കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ജോലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യും? ബിസിനസ് ചെയ്യണം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കൊറോണയ്ക്ക് ശേഷം ലാഭകരമായിട്ട് ബിസിനസ് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പറയുന്നത് വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. കാരണം 24 മണിക്കൂർ നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞാലും ലാഭമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. നമുക്കിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അടുത്തത് എന്താ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? കൃഷിയുടെ അവസ്ഥ എന്താണ്? ഒന്ന് പ്രകൃതി അനുവദിക്കുന്നില്ല. ഇനി പ്രകൃതി അനുവദിച്ച് നമുക്ക് വിള കിട്ടിയാൽ അതിനുള്ള വിലയും കിട്ടാത്ത അവസ്ഥയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ഷെയറില്, സ്ഥലത്തില്, സ്വർണത്തില് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതും റിസ്ക് ആണ്. ഡൊണാൾഡ് ട്രംപ് എപ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതും ആ രീതിയിൽ നമുക്ക് വളരെ റിസ്ക് ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായി ഇരുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ ഒരു ദൈവദൂതൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ മുന്നിലേക്ക് ആളുകൾ പലരും നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി വരും. അങ്ങനെ രമേശ് ഏട്ടൻ, കഴിഞ്ഞ മാസം എമറാൾഡ് ആയിട്ടുള്ള രമേശ് ഏട്ടൻ എന്റെ സുഹൃത്താണ്. അദ്ദേഹം വന്നു, എന്നെ കണ്ടു. RCM എന്നൊരു വാക്ക് പറയാതെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാ അദ്ദേഹത്തിന് എന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. വരുമാനത്തെ കുറിച്ചിട്ടും അതേപോലെ തന്നെ സേവിങ്സിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 23 വർഷമായിട്ട് പോസ്റ്റ് മാഷാണ്, എനിക്ക് 85,000 രൂപ വരുമാനമുണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്. പക്ഷെ 5 വർഷമായിട്ട് ഞാൻ പാർട്ട് ടൈം ആയിട്ടൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് മാസം 1 ലക്ഷം രൂപയുടെ അടുത്ത് സ്ഥിര വരുമാനം ഉണ്ട് എന്ന് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊക്കെ ഇന്നസെന്റ് പറയുന്ന പോലെ കേട്ടിട്ടുണ്ട് എന്ന രീതിയിൽ ഞാൻ തലയാട്ടി ഞാൻ വിട്ടു. അപ്പൊ അദ്ദേഹം പറയുന്നതിന് മനസ്സിലായി ഇതൊരു ആളെ ചേർത്തുന്ന പരിപാടിയാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഇതെല്ലാം കേട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇതൊരു സ്വദേശി ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണം. അപ്പൊ ഒരു സ്വദേശി ഉൽപ്പന്നം വാങ്ങിക്കൂടാ എന്ന് ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. പക്ഷെ അപ്പോഴും ഞാൻ എന്താ ചെയ്ത, ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്ന പോലെ അദ്ദേഹത്തിനെ ഒഴിവാക്കാനാണ് ഞാൻ നോക്കിയത്. രമേശ് ഏട്ടാ, കല്യാണവും വീട് പണിയൊക്കെ കഴിഞ്ഞതാണ്, എൻ്റെ അടുത്ത് 1000 രൂപ എടുക്കാനില്ല എന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ എന്നെ വിടരുത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് ഒന്നും പറയാതെ തിരിച്ചുപോയി. പിറ്റേ ദിവസം ഒരു 1000 രൂപയുടെ കിറ്റുമായിട്ട് ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. രമേശേട്ടൻ തരാൻ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് വന്നു. ഒന്നും എനിക്ക് എതിർക്കാൻ പറ്റിയില്ല. സാധനം വാങ്ങി ഞാൻ അപ്പൊ തന്നെ ക്യാഷ് അയച്ചു കൊടുത്തുകൊണ്ട് ഞാൻ അന്ന് ജോയിൻ ചെയ്യണം. അങ്ങനെ 2021 ജനുവരി മാസമാണ് ഞാൻ RCM-ൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മോട്ടിവേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല. ഞാൻ എൻ്റെ 5 വർഷം എക്സ്പീരിയൻസിൽ ഞാൻ കടന്നു വന്ന വഴികളും അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ആയിരിക്കും ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോ അതിൽ എനിക്ക് സ്ക്രീൻ ഷെയറോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒന്ന് പറ്റുന്ന ആളുകൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ 2021 ജനുവരി മാസം ഞാൻ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത മാസം എൻ്റെ അടുത്ത് പ്രത്യേകം രമേശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നിങ്ങളത് ഒറ്റയ്ക്ക് ഒരാളടുത്ത് പറയാനോ കാര്യങ്ങളോ ശ്രമിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലല്ലോ, എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതാണല്ലോ ആദ്യം ചെയ്യുക. അപ്പോൾ ഞാനിത് വളരെ കോൺഫിഡൻസോടുകൂടി ആളുകൾക്ക് പറയാൻ തുടങ്ങി. ഞാൻ RCM ഏറ്റെടുത്തു. അപ്പോൾ RCM നിനക്ക് വേറെ പണിയില്ലേ, ആദ്യത്തെ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പല 90% ആൾക്കാർ നെഗറ്റീവാണ് പറഞ്ഞത്. ഇത് ആംബേ പോലെയല്ലേ, ഇത് ആളെ മണി ചെയിൻ അല്ലേ, ഇത് ആളെ ചേർത്തുന്ന പരിപാടിയല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോ 10% ആൾക്കാർ, ഞാൻ കാണുന്ന 10% ആൾക്കാരാണ് ഇതിനെ കുറച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ ഒരു ജോയിൻ ചെയ്ത മാസം ഒരു ഡെസ്പ് രീതിയിൽ പോയി. പിന്നെ രണ്ടാമത്തെ ജനുവരി മാസം 2021 ഫെബ്രുവരി മാസം ഞാൻ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് ആളുകൾ ഈ നെഗറ്റീവ് പറയണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനതൊന്ന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം. ഞാൻ ആദ്യം ചെയ്ത കാര്യം, ഞാനത് ഇതിന് ശേഷം 2021 ഫെബ്രുവരി മാസം പഠിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഏതൊക്കെ വഴിയിൽ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ, എന്താണ് ഡയറക്ട് സെല്ലിംഗ്, എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന രീതിയിൽ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഈ ആളുകൾ 90% ആളുകൾ നെഗറ്റീവ് പറയാനുള്ള കാരണം 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്പർ 1, ഈ ഒരു ഇൻഡസ്ട്രിയിൽ കമ്പനി പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മദർ കമ്പനി 43 വർഷം കടന്ന് പ്രവർത്തിക്കുന്നു. RCM 25 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 1 ലക്ഷം കോടിയോളം നമുക്ക് നിലവിലിട്ട് ആസ്തിയുണ്ട്. 500 ഏക്കർ നമുക്ക് ഹെഡ് ഓഫീസ് ഉണ്ട്. നമ്മളുടെ MD എന്ന് പറയുന്നത് 2022 രാജസ്ഥാൻ ഗവൺമെന്റിന്റെ അവാർഡ്, അഭിമാനം എന്ന രീതിയിൽ അവാർഡ് വാങ്ങിയ ആളാണ്.
ആ രീതിയിൽ നമ്മളുടെ കമ്പനി പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് കേരളത്തിൽ സ്വന്തം സ്ഥലവും ഡിപ്പോ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് കടപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കമ്പനിയാണ് നമ്മളുടെ കമ്പനി. അപ്പോൾ കമ്പനി പ്രൊഫൈൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പല കമ്പനികളും ഇപ്പൊ നമുക്ക് വന്നു പോകുന്നതൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഫിനാൻഷ്യൽ കപ്പാബിലിറ്റി ഇല്ലാത്തവരും അതേപോലെ തന്നെ നമുക്ക് ഫൗണ്ടറിനെ ചിന്തിക്കുന്ന സമയത്തൊക്കെ വളരെ ഒരു കമ്പനി പ്രൊഫൈൽ സ്ഥിരമല്ലാത്ത ഒരു കമ്പനിയിലാണ് ആളുകൾ ആദ്യം ജോയിൻ ചെയ്യുന്നത് ഉടനപ്പണത്തിന്റെ പിന്നിൽ. അപ്പൊ നമ്മുടെ കമ്പനി പ്രൊഫൈൽ ആദ്യം നോക്കണം. രണ്ടാമത്, കമ്പനി പ്രൊഫൈൽ മാത്രം നോക്കിയാൽ പോരാ, ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ആമസോൺ കാർഡുകൾ നിന്ന് കൊണ്ടുവന്നു, ആ ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റിയാണ് പറഞ്ഞുകൊണ്ട് ഇടനിലക്കാരില്ലാതെ പോലും അമിതമായ വില ചുമത്തിയിട്ടാണ് പല കമ്പനികളും ഇന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്. അവിടെയാണ് RCMന്റെ പ്രത്യേകത. നമുക്ക് 1 രൂപയുടെ ഷാമ്പു തൊട്ടിട്ട് മുഴുവൻ ഉൽപ്പന്നങ്ങളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്, നമുക്ക് കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ ആണ്, റിപ്പീറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് RCMനുള്ളത്. അതാണ് രണ്ടാമത്തെ നമ്മുടെ പ്രത്യേകത. ഇത് ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഉടൻ പണത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കും. മൂന്നാമത്, കമ്പനി പ്രൊഫൈൽ ആയിക്കോട്ടെ പ്രൊഡക്റ്റും ആയിക്കോട്ടെ, മൂന്നാമത് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ടീമും ലീഡേഴ്സും സിസ്റ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്റെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പാലക്കാടിൽ RCM ഡെവലപ്പ് ആക്കിയ ആളാണ് നമ്മുടെ എമറാൾഡ് രമേശ് ചേട്ടൻ. അപ്പൊ അദ്ദേഹം നേരിട്ട് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം എനിക്ക് എന്റെ മുന്നിൽ കാണിച്ചു നിർത്തിയതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ ആരെയും ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരടുത്ത് പറയണം. നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് 90% നെഗറ്റീവാണ് കേൾക്കാൻ കാരണം ആളുകൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർക്ക് ഇത് വെളിയിൽ നിന്ന് നെഗറ്റീവ് വരുന്ന സമയത്ത് തടയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇത് ഞാൻ പഠിച്ച ശേഷം ആദ്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം, എൻ്റെ അടുത്ത് എൻ്റെ ലീഡേഴ്സ് പറഞ്ഞ കാര്യം, ഹോം മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യണം എന്ന കാര്യമായിരുന്നു. അങ്ങനെ 2021 മാർച്ച് മാസം ഞാൻ ഒരാളത്ത് പോലും ഞാൻ നേരിട്ട് RCM പറയാൻ തയ്യാറായില്ല. ഇത് പഠിച്ചിട്ട് പോലും ഞാൻ എൻ്റെ ലീഡേഴ്സിനെ ഉപയോഗിച്ചു. അങ്ങനെ പരമാവധി ഹോം മീറ്റിംഗ് 2021 മാർച്ച് മാസം ഞാൻ കണ്ടക്ട് ചെയ്തു പല ഭാഗങ്ങളിലായിട്ട്. അങ്ങനെ ആ ഹോം മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഞാൻ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ മാസം തന്നെ ഞാൻ ബിഗിനർ പിൻ അച്ചീവറായി. കാരണം 20ഓളം ജോയിനിങ് എൻ്റെ ടീമിൽ വന്നു. അന്ന് നമുക്കൊരു ജോയിനിങ് കിറ്റ് എന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഹോം മീറ്റിങ്ങിന് വരുമ്പോൾ തന്നെ 1000 രൂപയുടെ കിറ്റ് ഇങ്ങനെ കൊണ്ടുവരും കാറിലവർ. ഹോം മീറ്റിംഗ് കഴിയുന്നു, കിറ്റ് കൊടുക്കുന്നു, ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ആ രീതിയിൽ 20ഓളം ജോയിനിങ് ആ മാസം വന്നു. ഞാൻ ബിഗിനർ പിൻ അച്ചീവർ ആയിട്ട് ഞാൻ മാറി എന്നുള്ളതാണ്. അങ്ങനെ ബിഗിനർ പിൻ അച്ചീവർ ആയിട്ട് കടന്നുപോയി. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് മാസത്തെ കമ്മീഷൻ നമുക്ക് മെയ് മാസമാണ് കിട്ടുക. ആ സമയത്ത് എനിക്ക് 458 രൂപയുടെ വന്നത്. ഞാൻ എൻ്റെ ലീഡറിനെ വിളിച്ചു പറഞ്ഞു, ഈ 458 രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് ചോദിച്ചു. പക്ഷെ അവരൊന്നും പ്രതികരിച്ചില്ല. അവരുടെ അടുത്ത് പുഞ്ചിരിച്ച് മാത്രമേ അവർ ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ കാര്യമാക്കിയില്ല. അതിനുശേഷം എൻ്റെ അടുത്ത് അതുവരെയും പേസ്റ്റ് നല്ലതാണ്, ആട്ട നല്ലതാണ്, എണ്ണ നല്ലതാണെന്ന് മാത്രമേ ലീഡേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. അവര് 2021 മെയ് മാസം അവര് ഒരു ചെറിയൊരു 3-4 പേരുടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ മുന്നിൽ ഇൻകം പ്ലാൻ വരച്ച് കട്ടിങ്ങനെ റൗണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നു. അങ്ങനെ ഇത്ര പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. കൊറോണ സമയമാണല്ലോ, 5000 രൂപ എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മുടെ രമേശ് ചേട്ടൻ നമ്മുടെ മുന്നിൽ വെച്ച കാര്യം 100 പേര് ഈ മാസം നമ്മുടെ ടീമിൽ വരണം എന്നതായിരുന്നു അദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ച കാര്യം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 2 പേര് താഴ്ത്തിയിരുന്നു. ഞാൻ നേരെ അപ്പം തന്നെ പറഞ്ഞു, എന്തായാലും 100 പേര് ഈ മാസം കൊണ്ടുവന്നിരിക്കും എന്ന രീതിയിൽ പറഞ്ഞു. എനിക്ക് എൻ്റെ ടീമിന്റെ മേൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്താണോ ഞാൻ ചെയ്തത് അത് അവർ അതേ രീതിയിൽ ടീമിൽ നടപ്പിലാക്കി. പരമാവധി ആളുകളെ ഞാൻ ഹോം മീറ്റിങ്ങിലൂടെ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്ന കാര്യത്തോടുകൂടി 112 പേര് എൻ്റെ മെയ് മാസം എൻ്റെ ടീമിൽ വന്നു. അങ്ങനെ 2021 മെയ് മാസം ബിഗിനറിൽ നിന്ന് ഒറ്റയടിക്ക് ഈഗിൾ പിൻ അച്ചീവർ ആയിട്ട് ഞാൻ മാറി. ഞാൻ എന്താ ചെയ്തത്? നെറ്റ്വർക്ക് പരമാവധി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ മാസം പരിശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 2021 മെയ് മാസം നെറ്റ്വർക്കിലൂടെ ഞാൻ ഈഗിൾ പിൻ അച്ചീവറായി. 2021 മാർച്ച് മാസം ഞാൻ ഹോം മീറ്റിങ്ങിലൂടെയാണ് ബിഗിനർ ആയത്. അങ്ങനെ ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ ആയി. ഇതേപോലെ ഒരു ദിവസം രാവിലെ വിളിക്കുകയാണ് രമേശൻ. ഈ ഇങ്ങനെ രാവിലെ സമയത്ത് വിളിച്ചു, ശിവകുമാര ഡയമണ്ട് ക്ലബ്ബ് എന്നൊരു സംഭവം ഉണ്ട്, അതെങ്ങനെ മാസം 10-ാം തീയതിക്കുള്ളിൽ ചെയ്യണം, ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, കമ്പനി വിസിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതെല്ലാം കേട്ടിട്ട് ഓക്കെ രമേശ് ചേട്ടാ ശരി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ആദ്യം ചെയ്ത കാര്യം, അന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ പാലക്കാടുള്ള ശ്രീനിധി ഷോപ്പിൽ പോയിട്ട് 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 1000 രൂപയുടെ 10 കിറ്റ് ആക്കിക്കൊണ്ട്
എന്റെ പേരിൽ ബില്ലടിച്ച് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിട്ടു. 2021 ജൂലൈ മാസം ഞാൻ അങ്ങനെ എന്റെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് ആരംഭിച്ചു. ഞാൻ ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് തുടങ്ങാം എന്ന രീതിയിൽ ഞാൻ രമേശ് ചേട്ടനോട് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്തു. അങ്ങനെ 2021 ജൂലൈ മാസം തുടങ്ങിയ ജൈത്രയാത്ര ഇന്ന് ഈ 2026 ജനുവരി ആകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിൽ ആദ്യം ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആൾ ഞാനാണ്. കാരണം എല്ലാ മാസവും പുലർച്ചയ്ക്ക് 3 മണിക്ക് 4 മണിക്ക് ഞാൻ ആ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യും. ഇന്നിപ്പോ സൗകര്യം 12 മണിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതും ആദ്യം ചെയ്തു നോക്കുന്നു. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ ഒരു 2021 ജൂലൈ മാസം 30ഓളം ആളുകളെ 5000 BVയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അങ്ങനെ ഞാൻ ഈഗിളിൽ നിന്ന് വിന്നർ പിൻ അച്ചീവറിലേക്ക് വളരെ എളുപ്പത്തിൽ ആയി. ഞാൻ എന്താ പ്രൊമോട്ട് ചെയ്തത്? ഡയമണ്ട് ക്ലബ്ബ് എന്റെ ടീമിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വിന്നർ പിൻ അച്ചീവർ ആയിട്ട് മാറി. അതിനുശേഷം 2021 സെപ്റ്റംബർ മാസം ആയ സമയത്ത് വീണ്ടും ഒരു ഓഫർ പ്രഖ്യാപിക്കുകയാണ് കമ്പനി. ഗുഡ് ഡോട്ടിന്റെ ഓഫർ 15000 PV ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉദയപൂർ ട്രിപ്പും 5 സ്റ്റാർ ഹോട്ടൽ താമസവും കമ്പനി വിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പല ആളുകളും 15000 PVയോ എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു. നമ്മുടെ സ്വന്തം ടീം ലീഡേഴ്സ് പോലും ഒന്ന് പ്രൊമോട്ട് ചെയ്യണോ വേണ്ടേ എന്ന രീതിയിൽ ചിന്തിച്ചു. ഞാൻ അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി. ആദ്യം തന്നെ എന്റെയും എന്റെ വൈഫിന്റെയും പേരിൽ 15000 PV ചെയ്തുകൊണ്ട് ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് ടീമിൽ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും അതിന്റെ ഇമ്പോർട്ടൻസ് ഓൺലൈൻ മീറ്റിംഗിലൂടെ പ്രദർശിപ്പിച്ചു. ഓരോരുത്തരും ഇൻഡിവിജ്വലായി കണ്ട് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ താഴത്തെ ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു 50ഓളം ആളുകൾ എന്റെ ടീമിൽ മാത്രം 50ഓളം ആളുകൾ ഈ 15000 PV ചെയ്തുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റിൽ, ഇതുവരെ ഫ്ലൈറ്റ് കാണാത്ത ആളുകളെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റിൽ ഉദയപൂർ എത്തിച്ചുകൊണ്ട് ആ ഉദയപൂർ സിറ്റി മൊത്തം കറക്കിക്കൊണ്ട് ആ ഓഫറും ടാർഗറ്റും ചെയ്യിപ്പിച്ചു. എന്താ സംഭവിച്ചെന്നറിയോ? വിന്നറിൽ നിന്ന് ഒറ്റയടിക്ക് റോയാലിറ്റി സ്റ്റാർ ഗോൾഡ് എന്നുള്ള പിന്നിലേക്കാണ് ഞാൻ മാറിയത്, ഒറ്റയടിക്ക്. അപ്പോ അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എന്റെ ചേച്ചി ദീപാശ സ്റ്റാർട്ടറിൽ പിന്നിൽ നിന്ന് സ്റ്റാർ അച്ചീവറിലേക്ക് ചേച്ചി മാറി. ഒറ്റയടിക്ക് 5ഓ 6ഓ പിന്നെ ഒരു മാസം മാറ്റിക്കൊണ്ട് സ്റ്റാർട്ടറിൽ നിന്ന് സ്റ്റാർ അച്ചീവറിലേക്ക് മാറി എന്നുള്ളതാണ്. അതിനുള്ള കാരണം ആ ഓഫറും ടാർഗറ്റും നമ്മൾ അതിന്റെ ഓഫറും ടാർഗറ്റിലൂടെ ഞാൻ വിന്നറിൽ നിന്ന് റോയാലിറ്റി സ്റ്റാർ ഗോൾഡ് എന്നുള്ള പൊസിഷനിലേക്ക് ഞാൻ മാറി. അതിനുശേഷം മൊത്തം ചർച്ചയായി. ദീപയ്ക്ക് സ്റ്റാർട്ടറിൽ നിന്ന് സ്റ്റാർ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടാ? എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒക്ടോബർ നവംബർ മാസത്തില് നമ്മൾ സ്റ്റാർട്ടർ ടു സ്റ്റാർ എന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ഒരു സ്റ്റാർ അച്ചീവറെങ്കിലും വീണ്ടും ഉണ്ടാക്കണം എന്നൊരു പദ്ധതി ഉണ്ടാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചു. എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗ്, അവർക്ക് വേണ്ട ഗൈഡൻസ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു അച്ചീവ്മെന്റ് ടീമിൽ ഉണ്ടാക്കണം, ഒരു സ്റ്റാർ അച്ചീവർ ഉണ്ടാക്കണം എന്നിട്ട് പ്രവർത്തിച്ചു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? 2021 ഡിസംബർ മാസം ആയ സമയത്ത് 2021 ഡിസംബർ 25-ന് എന്റെ ചെറിയമ്മ ആദ്യം സ്റ്റാർ അച്ചീവർ ആയിട്ട് മാറി. 25-ാം തീയതി ആയി. ബാക്കിയുള്ളവർക്ക് വീണ്ടും ക്യൂരിയോസിറ്റി ആയി. അങ്ങനെ ആ രീതിയിൽ പ്രവർത്തനം, ഒരു സ്റ്റാർ അച്ചീവറെ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് അന്ന് ഡെപ്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ലതാ ശിവൻ, ആ ചേച്ചിയായിരുന്നു ഏറ്റവും കൂടുതൽ ആകണം എന്ന രീതിയിൽ ആശിച്ചിരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം ഞാൻ നല്ല രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്തു. അങ്ങനെ 2021 ഡിസംബർ 11:45 ലത ചേച്ചിക്ക് സ്റ്റാർ അച്ചീവർ ആകാൻ കുറച്ച് PV ആവശ്യമായിരുന്ന സമയത്ത് ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തുരുതുരാന്ന് എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കും, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ 2021 11:55-ന് ലത ചേച്ചിയെ സ്റ്റാർ അച്ചീവർ ആക്കി. ലത ചേച്ചിയുടെ വീട്ടിന്റെ മുന്നിൽ ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് പടക്കം പൊട്ടിച്ചിട്ടാണ് ലത ചേച്ചി ആഘോഷിച്ചത് സ്റ്റാർ അച്ചീവർ ആയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ലത ചേച്ചിയെ സ്റ്റാർ അച്ചീവർ ആക്കിയ ശേഷം എന്റെ ഫോൺ നോക്കുമ്പോൾ രമേശ് ഏട്ടൻ, രമേശ് പറയൂ എന്താ ചോദിച്ചപ്പോ, കൺഗ്രാജുലേഷൻ ശിവകുമാർ, നീ സ്റ്റാർ പ്ലാറ്റിനം ആയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ച് 10 മാസം കൊണ്ട് ഞാൻ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയി. അപ്പൊ ഞാൻ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ആ സമയത്ത് എന്റെ അച്ചീവ്മെന്റിനേക്കാളും എന്റെ ടീമിലെ അച്ചീവ്മെന്റിനാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്താണ്? ഞാൻ 2021 ഫെബ്രുവരി മാസം പഠിക്കാൻ തയ്യാറായി. 2021 മാർച്ച് മാസം ഞാൻ ഹോം മീറ്റിംഗിലൂടെ ബിഗിനറായി. 2021 ജൂലൈ മാസം 2021 മെയ് മാസം ഞാൻ നെറ്റ്വർക്കിലൂടെ ഈഗിളായി. 2021 ജൂലൈ മാസം ഡയമണ്ട് ക്ലബിലൂടെ വിന്നറായി. 2021 സെപ്റ്റംബർ മാസം ഞാൻ ഓഫറും ടാർഗറ്റിലൂടെ റോയാലിറ്റി ഗോൾഡ് ആയി. 2021 ഡിസംബർ മറ്റുള്ളവരുടെ അച്ചീവ്മെന്റിന് വേണ്ടി പ്രവർത്തിച്ച് ഞാൻ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവറായി. അപ്പോ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ തുടക്കത്തിലെ ആ ഒരു കൊറോണ സമയത്തിൽ ഉള്ള ഒരു സംഭവമായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്
ഇതൊക്കെ തുടക്കത്തിൽ ആവശ്യമുള്ള കാര്യമാണ്, ഓക്കെ. പക്ഷെ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായത് അതിനുശേഷമാണ്. കാരണം ആ സിസ്റ്റം ബിൽഡ് ചെയ്യണം മനസ്സിലാക്കിയ സമയത്ത് 2022 മുതൽ ആ കൃത്യമായിട്ട് എന്താണ് ഈ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. ഒരിക്കല് ഒരു യുവാവ് എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്ത് കഷ്ടപ്പാട് ചെയ്തിട്ടും അദ്ദേഹത്തിന് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു സന്യാസിയെ പോയി കണ്ട സമയത്ത് ആ സന്യാസി അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പോയിട്ട് കാണിച്ചു കൊടുത്തു, ഞാൻ ഒരേ സമയത്താണ് ഒരു പുല്ലിന്റെ വിത്തും ഒരു മുളയുടെ വിത്തും ഞാൻ ഒരേ സമയത്താണ് വിതച്ചത്. ഞാൻ രണ്ടിനും ഒരേപോലെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാര്യങ്ങൾ പരിപാലിക്കുക ഒക്കെ ചെയ്തത്. വളരെ പെട്ടെന്ന് ആ പുല്ല് മുളച്ചു. പക്ഷേ ഞാൻ ഇത്രയും ഈ ഒരു വർഷം 2 വർഷം 3 വർഷമായിട്ട് ഈ പരിപാലിച്ചിട്ടും ഈ ഒരു ബാംബൂന്ന് ഒരു വിത്ത് ചെടി പോലും വന്നില്ല. പക്ഷെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് അത് പരിപാലിച്ചു, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു. പിന്നീട് സംഭവിച്ചത് ഈ ഒരു 3 വർഷത്തിന് ശേഷം ഈ ബാംബൂന്ന് വന്ന ഈ ഒരു ചെറിയൊരു ഇല ഇന്ന് 80 അടി ഉയരത്തിൽ അതിന്റെ മുള വന്നു കഴിഞ്ഞു. പക്ഷെ ഒരു ചെറിയൊരു മഴ വന്ന സമയത്ത് ആ പുല്ല് ഉള്ള സ്ഥലയെ കാണാതെ പോയി എന്ന് പറഞ്ഞു. അപ്പോ ഈ 3 വർഷം 2 വർഷം എന്ന് പറയുന്നത് ആ ഒരു മുള എന്ന് പറയുന്നത് വളരാതിരുന്നതല്ല, അത് അതിന്റെ വേര് അടി ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു സ്ഥിരത അത് അവിടെ ഉറപ്പാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിപാലിച്ചിട്ടില്ലെങ്കിലും ആ മുള വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞാനൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ആ സിസ്റ്റം എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാല്, ആദ്യം ഞാൻ ചിന്തിച്ച കാര്യം എല്ലാ ദിവസവും ഒരുമിച്ച് കൂടണം എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിച്ച സിസ്റ്റം. കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് നേരിൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. കേവലം മീറ്റിങ്ങുകൾ മാത്രം കണ്ടാൽ പോരാ. അപ്പോൾ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടണം. അതിനു വേണ്ടിയിട്ട് കാലത്ത് രാവിലെ 6 മണിക്ക് വിജയമന്ത്രം എന്നുള്ള പ്രോഗ്രാം, ഇന്നിപ്പോ 5 വർഷമായിട്ട് ഇന്ന് രാവിലെയും വിജയമന്ത്രം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എല്ലാ ദിവസവും 6 to 6:30, ഒരു ദിവസം പോലും വിഷു, ക്രിസ്മസ്, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും വിജയമന്ത്രം മുടങ്ങാറില്ല. വിജയമന്ത്രത്തിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് 21 റൂൾസ് ആണ്. ആദ്യത്തെ 6 ദിവസം 6x6, പിന്നെ 8 core സ്റ്റെപ്പ്, പിന്നെ 7 കാൻഡിൽസ്. ഞങ്ങൾ 3 പേരായി ആരംഭിച്ച് ഇന്ന് 30 ദിവസം 30 ലീഡേഴ്സ് ആണ് 30 പോയിന്റ് എടുക്കുന്നത്. ആ രീതിയിൽ ഇന്ന് ഞങ്ങൾക്കൊന്നും അവസരമില്ലാത്ത രീതിയിൽ അത് മാറിക്കഴിഞ്ഞു. അങ്ങനെ രാവിലെ വിജയമന്ത്രം എന്നുള്ള പ്രോഗ്രാം നമ്മൾ എടുക്കുന്നു. രാത്രി 9 മണിക്ക് RCMന്റെ കമ്പനി പ്രൊഫൈല്, പ്രൊഡക്റ്റ്, ഇൻകം പ്ലാൻ രീതിയിൽ ഒരു മീറ്റിംഗ് ആരംഭിച്ച് ഇന്ന് 6, 7, 9 മണിയുടെ മീറ്റിംഗ് നടക്കുകയാണ് എൻ്റെ കാലത്ത്. പല ആളുകളുടെയും ബി സൈഡ് ആയിട്ടും പല ഭാഗങ്ങളായിട്ടും 9 മണിയുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഈ രീതിയിൽ എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗ് എന്നൊരു സിസ്റ്റം ബിൽഡ് ചെയ്തു. ഇന്ന് എൻ്റെ അഭാവത്തിൽ ഞാനിന്ന് വിജയമന്ത്രത്തിൽ ലിങ്ക് ഇടാൻ പോകണ്ട, എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല, 9 മണി മീറ്റിംഗ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ 5 വർഷത്തിന് ശേഷം അരുൺ സാറേ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയാണ്, എനിക്കൊരു ചാൻസ് തരും മീറ്റിംഗ് എടുക്കാൻ. ആ രീതിയിൽ ഇന്ന് ലീഡേഴ്സ് സ്വയം പര്യാപ്തതയായിട്ട് എൻ്റെ ടീമിൽ മാറി, ഡെയിലി ഓൺലൈൻ മീറ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് വീക്കിലി PUC മീറ്റിംഗ് എന്ന രീതിയിൽ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു. ഇന്ന് വർഷങ്ങളായിട്ട് എൻ്റെ ടീമിലെ പ്രധാനപ്പെട്ട ഷോപ്പായിട്ടുള്ള വടക്കന്തറയിലെ ശ്രീയമ്മ RCM ഷോപ്പിൽ എല്ലാ ബുധനാഴ്ചയും നമുക്ക് PUC മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ആ ഒരു PUC ഓണറായിട്ടുള്ള വേണി ചേച്ചി എൻ്റെ ടീമിലെ റോയാലിറ്റി അച്ചീവറാണ്. ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്നായിരുന്നു എതിർപ്പ്, മക്കളിൽ നിന്നൊക്കെ എതിർപ്പായിരുന്നു. അപ്പോൾ വലിയ വലിയ മീറ്റിങ്ങിലൊക്കെ നിർബന്ധിച്ച് വേണി ചേച്ചി മക്കളെ കൊണ്ടുവരും. പക്ഷെ അവരൊന്നും അവർക്കൊന്നും ഒരു കുലുക്കും ഉണ്ടായില്ല. പക്ഷെ PUC മീറ്റിങ്ങിൽ വന്ന ശേഷം അവരുടെ രണ്ടാമത്തെ മോനായിട്ടുള്ള അരുൺ, അദ്ദേഹം എഞ്ചിനീയർ ആണ്, PUC മീറ്റിങ്ങിൽ വന്ന ശേഷം ഇന്ന് RCM ഏറ്റെടുത്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് അമ്മയേക്കാൾ നല്ല രീതിയിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ PUC മീറ്റിംഗ് എൻ്റെ ടീമിലെ എല്ലാ 6 7 ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ മുഴുവൻ വീക്കിലി വൺസ് PUC മീറ്റിംഗ് നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതേപോലെ തന്നെ വീക്കിലി ലീഡേഴ്സിന്റെ ഓൺലൈൻ മീറ്റിംഗ് ഇപ്പൊ അർജുൻ സാർ നടത്തുന്ന പോലെ നമ്മൾ എല്ലാ വീക്കിലും ഓൺലൈനായിട്ട് ബിഗിനർ എബോ ലീഡേഴ്സിന്റെ മീറ്റിംഗ്, കഴിഞ്ഞ ആഴ്ചത്തെ പ്രവർത്തനത്തിനെ കുറിച്ച് വിലയിരുത്തും. അന്ന് അവിടെ ക്ലാസ് ഒന്നും ആയിരിക്കില്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള സംസാരമായിരിക്കും. കഴിഞ്ഞ ആഴ്ച പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്തും. ഈ ആഴ്ച എന്ത് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അവർക്ക് പറയാനുള്ളത് കേൾക്കും. അങ്ങനെ ഞാൻ ലീഡറാണ് എന്നുള്ള മനോഭാവം അവൾ കയറിയിരിക്കുന്ന ഓരോരുത്തർക്കും വരുത്തുക എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വീക്കിലി ലീഡേഴ്സ് ഓൺലൈൻ മീറ്റിംഗ്. അതിനുശേഷം നമ്മൾ മന്ത്ലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മന്ത്ലി ഒരു ദിവസം, ചിലപ്പോൾ അത് 2ാമത്തെ ഞായറാഴ്ച 3ാമത്തെ ഞായറാഴ്ച ആയിരിക്കും, മന്ത്ലി ഹോം മീറ്റിംഗ് ഡേ. അന്ന് രമേശേട്ടനടക്കം ഞാനടക്കമുള്ള ആളുകൾ
ഹോം മീറ്റിങ്ങിനും ഹോം വിസിറ്റിങ്ങിനും വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മത്സരമായിട്ട് നമ്മൾ സംഘടിപ്പിക്കും. ഹോം മീറ്റിംഗ് ഡേ എന്ന രീതിയിൽ നമ്മൾ കേവലം പറയല്ല, നമ്മൾ ആദ്യം പോയിട്ട് അവിടെ ഹോം വിസിറ്റിംഗ് എടുത്തിട്ടായിരിക്കും അവരോട് ചോദിക്കുക. അങ്ങനെ 10 മണിയായി, എത്രണ്ണം കഴിഞ്ഞു, ഉച്ചയായി എത്രണ്ണം കഴിഞ്ഞു, വൈകുന്നേരം എത്രണ്ണം കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു ഹോം മീറ്റിംഗ് ഡേ എവരി മന്ത് നമ്മൾ നടത്താറുണ്ട്. അതേപോലെ തന്നെ മന്ത്ലി സെമിനാർസ്, അത് നമ്മൾ വർഷത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്വാർട്ടറും ഓരോ രീതിയിലായിരിക്കും ചിന്തിക്കുക. ഇപ്പൊ കഴിഞ്ഞ മിഷൻ 90 ഡേയ്സ് എന്ന രീതിയിൽ ഒക്ടോബർ മാസം തൊട്ട് നമ്മൾ ജനുവരി മാസം വരെ നമ്മൾ സെമിനാർ സംഘടിപ്പിച്ചത്. ഒക്ടോബർ മാസം ഹേമന്ത് സാർ ആയിരുന്നു, നവംബർ മാസം മൂർത്തി സാർ ആൻഡ് ഫാമിലി ആയിരുന്നു, ഡിസംബർ മാസം സുജിത് സാർ ആയിരുന്നു, ജനുവരി മാസം ഗോപകുമാർ സാർ ആയിരുന്നു. ആ രീതിയിൽ 100 പേരിൽ നിന്ന് ആരംഭിച്ച അവസാനം 600-700 പേര് പങ്കെടുക്കുന്ന ഒരു സെമിനാർസ് ആയിട്ട് കഴിഞ്ഞ 4 മാസം നടത്തി. ഇനി നമ്മൾ ഈ ക്വാർട്ടറിൽ ചിന്തിക്കുന്നത് ഏരിയ വൈസ് മീറ്റിംഗ് ആണ്. പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിൽ, അതായത് ഉദാഹരണം പാലക്കാട് ജില്ല ആലത്തൂര്, കൊല്ലങ്കോട്, കഞ്ചിക്കോട്, കോയമ്പത്തൂര്, അങ്ങനെ പല സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണോ ടീം ഉള്ളത് ആ ടീമിനെ കൊണ്ട് മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് എമറാൾഡ് രമേഷ് സാറും വിനോദ് സാറും, ഞങ്ങളുടെ ലീഡർ വിനോദ് സാറും കൂടെ ആയിട്ട് മീറ്റിംഗ് എടുക്കും. ഏരിയ വൈസ് മീറ്റിംഗ്. ഇനിയുള്ള അടുത്ത 3 മാസം നമ്മൾ മെഗാ മീറ്റിങ്ങുകളോ സെമിനാറോ ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല. പോയിട്ട് അവിടെ മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ അവിടെ എത്തും എന്ന രീതിയിൽ ഏരിയ വൈസ് മീറ്റിംഗ് നടക്കുകയാണ്. പിന്നെ അടുത്ത ക്വാർട്ടർ നമ്മൾ എന്ത് ചെയ്യുക, സുരേഷ് സാറുടെ, നേഹ മാഡത്തിന്റെ, ഗുഡ് ഡോട്ടിന്റെ, അങ്ങനെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന് അടുത്ത ക്വാർട്ടറിൽ പ്രാധാന്യം കൊടുക്കും. അപ്പോ നമ്മളിങ്ങനെ വ്യത്യാസം വരുന്ന സമയത്ത് ആളുകൾക്കും ഇതിന് ഗുണം കിട്ടും. നമ്മൾ എല്ലാ മാസവും മെഗാ മീറ്റിംഗ് കാര്യങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇത് എന്നും ഈ മോട്ടിവേഷനും മാലയിടലും ട്രോഫി കൊടുക്കലും മാത്രമാണ് ചിന്തിക്കും. അതിന് പകരം നമ്മൾ ഇങ്ങനെ ക്വാർട്ടർ ആയിട്ട് 12 മാസം 12 തരത്തിലുള്ള പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പ്രോഗ്രാം നടക്കുന്നുണ്ടാവും, അവരറിയാതെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ഈ രീതിയിൽ മന്ത്ലി സെമിനാർസുകൾ സംഘടിപ്പിക്കും. അതേപോലെ തന്നെ നമ്മൾ പവർ ജനറേഷൻ എന്ന രീതിയിലുള്ള സിസ്റ്റം, അത് പല ആളുകളും കേട്ടിട്ടുണ്ടാവും, നടത്തുന്നുണ്ടാവും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം വരാറുണ്ട് അല്ലെ. പവർ ജനറേഷൻ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൺലൈനിലാണ് ആ കാര്യങ്ങൾ നടത്തുക. ഒരു സിംഗിൾ ലൈനിലെ ആളുകളെ ഓൺലൈനിൽ വിളിച്ചുകൊണ്ട് ഏറ്റവും താഴത്തുന്ന ആളുകളെ കൊണ്ട് ഈ മാസത്തെ ബിസിനസ് നിങ്ങൾ ഏത് ലെവലിൽ എത്തും, അതിനനുസരിച്ച് അടുത്ത ആളുകളെ വിളിക്കും. അങ്ങനെ ഒരു പവർ ജനറേഷൻ പ്രോഗ്രാം സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. അതേപോലെ തന്നെ മന്ത്ലി LDP ഏറ്റവും ഇമ്പോർട്ടന്റ്, ഞാൻ എന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ്. നമ്മൾ ഈ വലിയ വലിയ മീറ്റിങ്ങുകളിലൊക്കെ തീരുമാനം എടുപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ഒരാൾ അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ RCM ചെയ്യാം എന്ന് അദ്ദേഹത്തിന് അവിടെ തോന്നിപ്പിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഈ തോന്നിയ ആളുകൾ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവർക്ക് അയ്യോ തല കുടിച്ച് തോറ്റ് പിന്നേക്ക് വേണ്ടി വരും. കാരണം അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവർക്ക് വേണ്ട നോളേജ് ഉണ്ടാവില്ല. അവിടെയാണ് നമ്മൾ ഈ LDPക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ആ LDP കുറിച്ച് ഈ ടീമിനടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള LDP സെഷൻസ് ആണ് നമ്മുടെ ഈ ടീം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചിലപ്പോൾ LDP എന്ന് പറയുന്നത് മന്ത്ലി വൺസ് ഒരു 2 to 4 ആയിരിക്കും, ചിലപ്പോൾ ഫുൾ ഡേ പ്രോഗ്രാം ആയിരിക്കും, ചിലപ്പോൾ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരിക്കും. പക്ഷെ എങ്ങനെയായാലും മന്ത്ലി വൺസ് ഒരു LDP പ്രോഗ്രാം നിർബന്ധമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സിസ്റ്റം ബിൽഡിങ്ങിലൂടെ ഇത് കൺസിസ്റ്റന്റ് ആയി നടത്തിയ ശേഷം എന്താ ഗുണം എന്നറിയോ, ഇന്നിപ്പോ എനിക്ക് ഇതിലെ പല കാര്യങ്ങളും ഇടപെടേണ്ട ആവശ്യമില്ല. ഇത് എന്റെ താഴത്തെ ലീഡേഴ്സ് ഏറ്റെടുത്തു കഴിഞ്ഞു. അവർ ഈ കാര്യങ്ങൾ അവരെ ടീമിൽ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് ഒരു സ്ഥിരതയുള്ള അല്ലെ, ഇന്ന് ഞാൻ 11 വർഷമായിട്ട് എന്റെ കമ്പനി വാങ്ങുന്ന വരുമാനത്തെക്കാൾ കൂടുതലാണ് എല്ലാ മാസവും 40,000 രൂപയിൽ കൂടുതൽ വരുമാനം എനിക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ആ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. 1 മാസം 2 മാസം അല്ല, എല്ലാ മാസം 40,000 രൂപയിൽ കൂടുതൽ വരുമാനം ഞാൻ ഈ സിസ്റ്റം ബിൽഡ് ചെയ്തതിലൂടെ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സംവിധാനം. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ബിൽഡ് ചെയ്ത സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് ടീം ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യം, ഞാൻ വന്ന വഴികൾ പറഞ്ഞു, ഞാൻ സിസ്റ്റം എന്തൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന രീതിയിൽ പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ സക്സസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തെന്നറിയോ, നമ്മുടെ ശീലങ്ങളാണ്. നമ്മളുടെ ശീലങ്ങളാണ് നമ്മുടെ സക്സസിന്റെ അടിസ്ഥാനം. ഇത് പല ആളുകളും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ പ്രവർത്തിക്കുക, എന്താണോ പ്രവർത്തിക്കുന്നത് അതാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഒരു മോട്ടിവേഷന്റെ ഭാഗത്തിൽ പൊയ്ക്കൊഴിയില്ല. മോട്ടിവേഷൻ കുമിളകളെ പോലെ അപ്പപ്പോ. പക്ഷെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മുടെ ശീലങ്ങളിൽ ഒരു വ്യത്യാസം വരുത്തി നോക്കൂ. നിങ്ങൾ ആ ശീലത്തിൽ നിങ്ങൾ വ്യത്യാസം വരുത്തിയാൽ യഥാ രാജ തഥാ പ്രജ. നിങ്ങളെ കണ്ട്
നിങ്ങളുടെ ടീമിന്റെ ആളുകൾ മാറും. അപ്പൊ ഞാൻ ചില ശീലങ്ങൾ വ്യത്യാസം വരുന്നു വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ എന്റെ ഒരു ശീലം എന്ന് പറയുന്നത് സെറ്റ് യുവർ ഡെയിലി ഗോൾ. ഞാൻ ഇന്നിപ്പോ ഈ മീറ്റിങ്ങിന് മുന്നേ ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഇന്ന് ഈ ദിവസം 30-ാം തീയതി എന്തൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്നുള്ളൂ ഞാനൊരു നോട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ടിക്കറ്റ് പോകും, ഇന്ന കാര്യത്തിൽ ഇത്ര മണിക്ക് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മളുടെ ജോലി ആയിരിക്കാം, നമ്മുടെ വീട്ടിലത്തെ കാര്യമായിരിക്കാം, RCMന്റെ കാര്യമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം. നമ്മൾ ലോങ് ടേം ഗോള്, ഷോർട്ട് ടേം ഗോള്, ഇയർലി ഗോള്, മന്ത്ലി ഗോള്, വീക്ക്ലി ഗോള് ഒക്കെ അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തമായ ധാരണയുണ്ടോ? ആ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പല ആളുകൾക്കും ഇതാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ശീലം ഒരു ദിവസം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ശീലം, എന്ത് തന്നെ വന്നാലും ഒരു ദിവസം ഒരു ഓൺലൈൻ മീറ്റിംഗിലെങ്കിലും പങ്കെടുക്കുക. കാരണം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് അപ്പോൾ എന്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എണീക്കുന്നതന്നെ വിജയമന്ത്രമാണ്. രാവിലെ ഉറങ്ങുന്നത് 9 മണി, രാത്രി ഉറങ്ങുന്നത് 9 മണി മീറ്റിംഗ് കേട്ടിട്ടാണ്. അവർക്ക് വേറൊന്നും ചിന്തിക്കാൻ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നില്ല. അവർക്ക് ഇത് വിട്ടുപോകാനുള്ള ചിന്ത നമുക്ക് കൊടുക്കുന്നില്ല. കാരണം എണീക്കുമ്പോൾ തന്നെ ഓൺലൈൻ മീറ്റിംഗ് ആണ്, ഉറങ്ങുമ്പോഴും ഓൺലൈൻ മീറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊരു ശീലമാക്കി നമ്മൾ മാറ്റി. അവർ എണിച്ചു കഴിഞ്ഞാൽ അനുസരിച്ച് ചിലവരൊക്കെ രാവിലെ അയ്യോ 5:50 ഓൺലൈൻ മീറ്റിംഗ് ഓൺ ആക്കിയില്ല എന്ന ചിന്ത അവർക്ക് നമ്മൾ വരുത്തി കൊടുത്തു. ആ രീതിയിൽ നമ്മളുടെ ശീലം ഒരു ദിവസം ഒരു ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്ന് ശീലമാക്കി. മൂന്നാമത്തെ എന്റെ ശീലം, എന്ത് തന്നെ തിരക്കുണ്ടെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് ഫോണിൽ കൂടെ എടുക്കുക എന്നുള്ളതാണ് എന്റെ അടുത്ത ശീലം. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ എടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അതൊരു ശീലമാക്കി മാറ്റി. അതേപോലെ നാലാമത്തെ ഒരു ശീലം പറയുന്നത്, എന്റെ തോളിന്റെ മേലെ കഴുത്തുണ്ടെങ്കിൽ, ഞാൻ ഹോസ്പിറ്റലൈസർ അല്ലെങ്കിൽ ഞാൻ ഒരു പ്ലാൻ കൊടുത്തിരിക്കും. ഒരാൾക്ക് ഞാൻ RCM എന്നുള്ള നന്മ നേരിട്ട് പോയിട്ട് ഞാൻ കൊടുത്തിരിക്കും. 24 മണിക്കൂർ സമയം നമുക്കുണ്ടല്ലോ, ഒരു 15 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഞാൻ എൻ്റെ വർക്കിന്റെ ഇടയിൽ തന്നെ പ്ലാൻ ചെയ്യും. ഇന്നലെ കോങ്ങാട് ശ്രീകൃഷ്ണപുരം റൂട്ടിലായിരുന്നു വർക്ക്. ഞാൻ പോകുമ്പോൾ തന്നെ അവിടെ ആർക്കാൻ പ്ലാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്കിന്റെ ഇടയിൽ 2 മണിക്ക് പോയി അദ്ദേഹത്തിന് പ്ലാൻ കൊടുത്തു. എൻ്റെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു പ്ലാൻ എന്നുള്ള ഒരു ശീലമാക്കി നമുക്ക് മാറ്റണം. അതേപോലെ തന്നെ ഡെയിലി ഒരു 350 രൂപയുടെ സെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ മറ്റുള്ളവരെ സെയിൽസിന് പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളതല്ല, ഒരു 350 രൂപയുടെ സെയിൽസിന് വേണ്ടി നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുമെന്ന് അവർക്ക് പറയേണ്ട ആവശ്യമില്ല. അർജുൻ സാറേ, 10,000 രൂപയിൽ കൂടുതൽ സെയിൽസ് വരും, അവരറിയാണ്ട് അവർ 5,000 രൂപ ചെയ്യും. അപ്പൊ നമ്മൾ പറയേണ്ടത് ഒരു 350 രൂപയുടെ സെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യൂ എന്നുള്ള ശീലം. അപ്പൊ ഞാനും എല്ലാ ദിവസവും പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് വെക്കും. പോകുന്ന വഴി ഇപ്പോൾ ഏകദേശം 23ഓളം പ്രൊഡക്റ്റുകൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ഞാൻ എൻ്റെ വർക്കിന്റെ ഇടയിൽ തന്നെ പല മെഡിക്കൽ ഷോപ്പിലും നമുക്ക് സാധനങ്ങൾ സെയിൽസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ 350 രൂപയുടെ സെയിൽസ് ഞാൻ ശീലമാക്കി മാറ്റി. അതേപോലെ തന്നെ ആറാമത്തെ കാര്യം, കൗൺസിൽ വിത്ത് യുവർ ലീഡർ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ടീം. ഇത് നമ്മുടെ ശീലമാക്കി മാറ്റണം. എപ്പോഴെങ്കിലും ലീഡേഴ്സിനെ വിളിക്കുക, ആവശ്യത്തിന് ലീഡേഴ്സിനെ വിളിക്കുക എന്നുള്ളതല്ല. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ലീഡേഴ്സിനെ ഏതെങ്കിലും ഒരാളെ ഞാൻ വിളിച്ചിട്ട് ടീമിലെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു കാഷ്വൽ ടോക്കെങ്കിലും ഞാൻ എൻ്റെ ലീഡേഴ്സിനെ വെച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് പോകാറുണ്ട്. അതേപോലെ ഈ കേട്ട കാര്യങ്ങൾ എൻ്റെ ടീമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് 2025 പേർക്ക് ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ദിവസം പോലും അവർ കാണാതിരിക്കില്ല. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ മെസ്സേജ് ആയിട്ട് എല്ലാ ദിവസവും സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് സാറേ. സാർ ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട് സാറേ. ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് പറയണം. സോറി, ക്ഷമിക്കണം. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ
ഓക്കെ സാർ. അപ്പൊ വീക്കിലി ഒരു ഹോം മീറ്റിംഗ് എന്നുള്ളത് നമ്മളുടെ ശീലമാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോ അത് മറ്റുള്ളവരോട് പറയാന്നുള്ളതല്ല. ഒരു ഹോം മീറ്റിംഗ് ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിരിക്കും. ഞാൻ നേരിട്ട് പോയിട്ട് ചെയ്യുന്നതോ ഞാൻ പോയിട്ട് പറയുന്നതോ ഈ രീതിയിൽ ഒരു ഹോം മീറ്റിംഗ് ഞാൻ ഒരു ശീലമാക്കി മാറ്റി. അതേപോലെ തന്നെ വീക്കിലി PUC മീറ്റിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു PUC കേന്ദ്രീകരിച്ചിട്ട് ഞാൻ പോയിട്ട് ഒരു PUC മീറ്റിംഗ് ഞാൻ നടത്തിയിരിക്കും. അതേപോലെ തന്നെ മന്ത്ലി ഒരു ഫിസിക്കൽ സെമിനാർ ഒരു ട്രെയിനിങ് എന്നുള്ളത് ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു മന്ത്ലി സെമിനാറോ ട്രെയിനിങ്ങിന് ഞങ്ങൾ പോയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ടാർഗറ്റ്, നമ്മൾ മറ്റുള്ളവർക്ക് ടാർഗറ്റ് കൊടുക്കുന്ന ആളായിട്ട് മാറരുത്. എല്ലാ മാസ തുടക്കത്തിൽ ഞാൻ എൻ്റെ ഈ മാസം ഇൻഡിവിജ്വൽ ടാർഗറ്റ് സെൽഫിൽ 10,000 PVയും 5 ജോയിനിങ്ങും ഇതായിരുന്നു എൻ്റെ ഇൻഡിവിജ്വൽ ടാർഗറ്റ്. ഞാൻ ഇന്നലെ അത് കംപ്ലീറ്റ് ആക്കി എൻ്റെ ഗ്രൂപ്പിലിട്ടു. ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ ടാർഗറ്റ് ചെയ്തു, 10,000 PV 5 ജോയിനിങ് കൊണ്ടുവന്നു. ഈ മാസവും ഞാൻ 5 ജോയിനിങ് കൊണ്ടുവന്നു എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഇട്ട ശേഷം എന്തായി നിങ്ങളുടെ ഇൻഡിവിജ്വൽ ടാർഗറ്റ് എന്ന് ഞാൻ എല്ലാവരും ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആ രീതിയിൽ ഈ ഒരു 10 ശീലങ്ങൾ ഞാൻ എൻ്റെ RCMന്റെ വർക്കുമായി ഭാഗമാക്കി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയപ്പോൾ ഈ ശീലങ്ങൾ ഞാൻ അറിയാതെ ഞാൻ ചെയ്തു പോയി തുടങ്ങി. ഈ ശീലങ്ങൾ എൻ്റെ ടീമിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോ ഞങ്ങളൊരു 10 പേര് പറയുമ്പോൾ ഒരാളെങ്കിലും അത് ശീലമാക്കി മാറ്റും. നമുക്ക് 3 പേര് നമ്മുടെ ടീമിൽ ഈ ശീലം ചെയ്യുന്ന ആൾക്കാർ മതി. നമുക്ക് സുഖസുന്ദരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ശീലങ്ങൾ മാറ്റി സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം 2 ദിവസത്തോടെ നമുക്ക് ക്ലോസിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ക്ലോസിംഗ് സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, കാരണം ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ക്ലോസിങ്ങിന് സാധാരണ ചെയ്യുക എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഈ അവസാനത്തെ 10 ദിവസം ഞാൻ ഓരോ ദിവസവും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിക്കും. അങ്ങനെ എല്ലാം അങ്ങനെ പറഞ്ഞു പോകാന്നതിന് പകരം എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ആദ്യത്തെ ദിവസം മാക്സിമം ജോയിനിങ് ഫോക്കസ് ചെയ്യുക. അന്നത്തെ ദിവസം ജോയിനിങ് എന്തായി എന്ന് ചോദിക്കും. രണ്ടാമത്തെ ദിവസം പർച്ചേസ് കംപ്ലീഷന് വേണ്ടി മാറ്റിവെക്കും. 0 പർച്ചേസ് ഒരാളെ പോലും നിർത്താൻ വിടില്ല. മൂന്നാമത്തെ ദിവസം ടെർമിനേഷൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യും. അതിനുശേഷം കൺസിസ്റ്റൻസി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യും. സ്ലാബ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഫോക്കസ് ചെയ്യും. മാക്സിമം അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യും. ടീമിൽ കൊടുത്തിരിക്കുന്ന ഓഫറും ടാർഗറ്റും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് ഫോക്കസ് ചെയ്താൽ അവസാന ദിവസം എത്തുമ്പോൾ അതിന് വീണ്ടും എന്താ ചെയ്യുന്നറിയോ, ടൈം ഷെഡ്യൂൾ ചെയ്യും. ഇപ്പൊ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്ന ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത്, രാവിലെ ഈ ഒരു വിജയമന്ത്രം കഴിഞ്ഞിട്ട് 10 മണിക്കുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ലീഡറെ കൗൺസിൽ ചെയ്തുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കണം എന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ മൊത്തം വിലയിരുത്തും. അവരെ ഫസ്റ്റ് 1-ാം തീയതി തീരുമാനിച്ചിരിക്കുന്ന ടാർഗറ്റ് അവര് വിലയിരുത്തും. ഇപ്പൊ നിലവിൽ എവിടെ ഇരിക്കണം എന്നൊക്കെ ആസൂത്രണം ചെയ്യും. ഇത് അവർക്ക് 10 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കൊടുക്കുന്നത് 10 to 11 മണി വരെ മാക്സിമം ജോയിനിങ്ങിന്. അവർ ഇതുവരെ സംസാരിച്ച ആൾക്കാര്, അവർ ഇതുവരെ അപ്പോയിന്റ്മെന്റ് എടുത്ത ആൾക്കാര്, അവരെയൊക്കെ ഒന്നും കൂടെ അവർ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മാക്സിമം ജോയിനിങ് കൊണ്ടുവരാൻ വേണ്ടി ആ സമയം നോക്കും. അതിനുശേഷം 0 പർച്ചേസ് 11 to 12 ഒരാളെ പോലും 0 പർച്ചേസ് നിർത്തരുത്. അവർ എവിടെയാണെങ്കിലും സാധനങ്ങൾ കൊടുക്കണം. ഷോപ്പിൽ പോയി നിന്നുകൊണ്ട് ബില്ലടിക്കണം. 0 പർച്ചേസ് മാറ്റിപ്പിക്കാൻ വേണ്ടി ഉച്ചവരെ സമയം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1 മണി തൊട്ട് 2 മണി വരെ ടെർമിനേഷൻ ആക്റ്റീവ് ആക്കാൻ ഓരോരുത്തരും ലീഡേഴ്സ് അനുസരിച്ചിട്ട് പ്രൊപ്പോസൽ നോക്കിയിട്ട് അവർ കൊണ്ടുവന്ന ആൾക്കാർ ആരൊക്കെ ടെർമിനേറ്റ് ആയിട്ടുണ്ട്, ആരൊക്കെ ടെർമിനേറ്റിന്റെ വക്ക് നിൽക്കുന്നുണ്ട്, അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരെ വിളിക്കും, ടെർമിനേറ്റിനെ ആക്റ്റീവ് ആക്കൂ. അവർ പല കാര്യങ്ങളും പറയും. നമ്മൾ ടെർമിനേഷൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കൺസിസ്റ്റൻസി, ആരൊക്കെയാണോ കഴിഞ്ഞ മാസം ചെയ്തിരിക്കുന്നത് അവരൊക്കെ പൂർത്തിയാക്കി ഒന്ന് ഫോളോ അപ്പ് ചെയ്യും. ആരൊക്കെയാണോ 900 രൂപയുടെ മേലെ 800 രൂപയുടെ മേലെ നിൽക്കുന്നത് അവരൊക്കെ 1500 രൂപയുടെ മേലെ എത്തിക്കാൻ വേണ്ടി നോക്കും. അതിനുശേഷം വൈകുന്നേരം 3 to 4 ശേഷം എല്ലാവരുടെയും സ്ലാബ് ചെക്ക് ചെയ്യും. എന്റെ താഴെ 5000 PV തൊട്ടിട്ട് മേലെ 3.5 ലക്ഷം നിൽക്കുന്നവരെ ഓരോരുത്തരുടെ സെക്കൻഡ് സൈഡ് പോലും സ്ലാബ് അർഹതപ്പെട്ടവർക്കാണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അവരെ എത്തിക്കാൻ വേണ്ടി നോക്കും. അതിനുശേഷം രാത്രി 6 മണിക്ക് ശേഷം ഒരു ബിഗിനറെങ്കിലും ഉണ്ടാകാത്ത ടീം ഉണ്ടാകരുത് എന്നുള്ള കർക്കശ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഒരു ബിഗിനറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. ഞാനും ഒരു ഡെപ്തിൽ ഒരു ബിഗിനറിനെ എൻ്റെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ആ രീതിയിൽ കൃത്യമായിട്ട് വിലയിരുത്തലോട് കൂടിയിട്ട് ഈ ഒരു കാര്യം ക്ലോസിംഗ് ഗംഭീരമാക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മീറ്റിംഗ് അവസാനിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയാണ് പരുന്ത് എന്ന് പറയുന്നത്. പരുന്തിന്റെ ഒരു പ്രത്യേകത, അതിങ്ങനെ ഒരു ഇരയെ പിടിച്ചിട്ട് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാക്കകൾ വന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത്
ആ ആ കാക്കയെ നോക്കാനോ കാക്കയെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനോ ഒന്നും നോക്കാറില്ല. അതിനെ ലക്ഷ്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് അത് ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് കുറച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 10 കാക്ക ഉണ്ടെങ്കിൽ 5 കാക്കയായിരിക്കും, 3 കാക്കയായിരിക്കും, അവസാനം 1 കാക്കയായിരിക്കും. ശ്വാസം കിട്ടാതെ എല്ലാ കാക്കകളും തിരിച്ചു പോകും. അപ്പോഴും പരുന്ത് അതിന്റെ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ RCM എന്നുള്ള നന്മ എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ കളിയാക്കാൻ, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ, നിങ്ങളെ പിന്തിരിപ്പിക്കാൻ, നിങ്ങളെ അങ്ങനെ പലതരത്തിലുള്ള കാക്കകൾ നിങ്ങളുടെ പുറകിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഈ കാക്കകളുടെ പിന്നാലെ പോയിട്ട് തിരിച്ചു പറയാം, അവരെ ചീത്ത പറയാം, അവരുടെ പിന്നാലെ നിൽക്കാം, അവർക്ക് മറുപടി പറയാം. ഒരു കാര്യമില്ല. ഇവരുടെ ഈ കാക്കകളുടെ ഒന്നും പിന്നാലെ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഇതേ കാക്കകൾ താഴ്ന്നു പറയും, ഞാൻ അന്നേ പറഞ്ഞതല്ലേ നീ വിജയിക്കുമെന്ന്. ഇതേ കാക്കകൾ നിങ്ങളുടെ മുന്നിൽ നോക്കി പറയും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇത്രയും നല്ല ദൈവം അനുഗ്രഹിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മള് എന്താ പറയാ, RCM എന്നുള്ള നന്മ നമ്മളെ കിട്ടിയിട്ടുണ്ട്. അതിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ, കാരണം ഇത്രയും നല്ല രീതിയിലുള്ള ലീഡേഴ്സിന്റെയും ടീമിന്റെയും കൂടെയാണ് നിങ്ങളുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു അർജുൻ സാർ. JRCM, ഗുഡ് RCM.